അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. മിനി ആൻറ്റി ഇന്ന് പഞ്ചാബി സമൂസയാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പം ഉണ്ടാക്കിയേക്കണത് എന്ന് പറഞ്ഞാൽ അവർ മൊത്തത്തിലൊരു ബിസിനസ് പോലെ എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇതിൽ ഇന്ന് പഞ്ചാബി സമൂസ എല്ലാവരും കൂടെ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ഒരെണ്ണം മേടിച്ചുള്ളൂ. നീരപ്പൻ്റെ വയറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ഇനി പുറത്തുനിന്ന് അധികം അങ്ങനെ ഓരോന്ന് മേടിച്ചു കൊടുക്കേണ്ട വെച്ചിട്ട് 2-3 ദിവസം ഒന്ന് ശ്രദ്ധിക്കണമല്ലോ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മേടിച്ച് കഴിഞ്ഞാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എനിക്ക് നീരപ്പനും പകുതി അങ്ങനെ കഴിക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ അത്രയല്ലേ അവൻ്റെ വയറ്റിക്കും പോകണുള്ളൂ. അതുകൊണ്ടാട്ടോ, അല്ലാണ്ട് എനിക്ക് പിശുക്കായിട്ടൊന്നുമല്ല. അങ്ങനെ അതിൻ്റെ പൈസ ഇതിന് 12 രൂപയാണ്. നമ്മുടെ ഇവിടെ അടുത്തുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ, നല്ല അടിപൊളിയാണ് കേട്ടോ. പരിപ്പുവടയൊക്കെ നല്ല പെരുംജീരകമൊക്കെ ഇട്ടിട്ടാണ്. എനിക്ക് ഈ പെരുംജീരകത്തിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് പറയണത്. എല്ലാത്തിലും അടിപൊളിയായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ നിച്ചൂനുള്ളത് അവർക്ക് പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാനാണ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കണ എല്ലാവർക്കും അല്ല കേട്ടോ, ഇവർക്ക് ഞാൻ കൊണ്ട് കൊടുത്തു കിടന്നു. അപ്പോൾ ഇതാ കഴിഞ്ഞ പ്രാവശ്യം കട്ട്ലൈറ്റ് ഞങ്ങൾ ഇതേപോലെ മേടിച്ച് കിടന്നു കേട്ടോ. നൗഫയുടെ കയ്യിൽ നൗഫയിട്ടതാണ് കേട്ടോ. നല്ല രസമായിട്ട് മൈലാഞ്ചൊക്കെ ഇടുന്നുണ്ട്. ഞാൻ അവളോട് ഇത് പ്രൊഫഷൻ ആക്കിക്കൂടെ ചോദിച്ചു. പിന്നെ ഇതാ ഫിനുവിൻ്റെ കയ്യിൽ ഫിനു ചെയ്ത് പരിപാടിയാണ്. എന്താ നെയിൽ കട്ടറുണ്ട് നഖം വെട്ടണതിൻ്റെ ഇടയിൽ എന്തോ അഴുക്ക് കളഞ്ഞതാ. പക്ഷെ അത് പിറ്റേ ദിവസത്തേക്ക് വീർത്ത് ആകെ ഇൻഫെക്ഷനായി കോളായി. ഞാനന്ന് ഇവനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോണ ദിവസം ടോക്കൺ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കിടന്നു. അത് ഫിനുവിനെ കാണിക്കാനാണെന്ന് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല എന്താ സംഭവം എന്ന്. വന്ന് വിരൽ കാണിച്ചപ്പോഴേ എൻ്റെ പൊന്നെ നീരായിട്ടേ ആ തുമ്പ് ഭാഗത്ത് മുഴുവൻ, തുമ്പ് പറഞ്ഞാൽ ആ മടക്കണ ഭാഗമല്ലേ തള്ള വിരലല്ലേ, ആ ഭാഗത്ത് അങ്ങോട്ട് നീര് കെട്ടിയിട്ട് പിന്നെ ഞാൻ ഇവനെ കാണിച്ചിട്ട് അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് പോയി. അപ്പോഴാണ് കുറേ നേരം കഴിഞ്ഞിട്ട് ഇവർ വന്നത് കേട്ടോ. അപ്പം പറയാണ് അതിൻ്റെ ഉള്ളിൽ നിറച്ച് പഴുപ്പുണ്ടായിരുന്നുകൊണ്ട് അതൊക്കെ അവരെടുത്ത് കളഞ്ഞു. എന്താ കുത്തിയിട്ട് അങ്ങനെ കളയുക ചെയ്തേ. അപ്പോഴേക്കും ആകെ പേടിയായിക്ക്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ തല കറങ്ങും. ഞാനും ഓഫ് ചെയ്ത് കേട്ടിട്ട് അയ്യോ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പോവാണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ ചോദിച്ചില്ല, അങ്ങോട്ട് പോയിട്ടില്ല. അവന് വയ്യാത്തതുകൊണ്ട് ആ ദിവസം ഡോക്ടറെ കാണിച്ച ദിവസം അവന് നിച്ചുവിനെ കാണണേ പറഞ്ഞ് തൊഴിലാട് അങ്ങനെ ഒന്ന് എത്തിച്ചു നോക്കി വന്നതാ. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങനെ ഇതാ നമ്മൾ പൂജവെപ്പിന് പോവാനുള്ള സമയമാണ് കേട്ടോ. 5 മണിയാകുമ്പോൾ റെഡി ആവണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ പറ്റിയില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ തട്ടിമുട്ടി നിന്നു. പിന്നെ എൻ്റെ കൂടെ ടൈലറിങ്ങിന് ഉണ്ടായിരുന്ന ഒരു താത്ത, സെബീന താത്ത പറഞ്ഞ് അവർ മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടെന്ന്. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ വീഡിയോ ഒന്നും എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാഞ്ഞ കേട്ടോ. എനിക്ക് അവരുടെ മോനെങ്കിലും എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല, അതാട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ അവരൊക്കെ വന്ന സമയത്ത് എന്താ പുറത്തുനിന്ന് ലഡ്ഡു മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാ തോന്നുന്നു എനിക്ക് ആകെ ഒരു വൊമിറ്റിങ്ങിനുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ പഴകിയിട്ടാണ് തോന്നുന്നുണ്ട്. ചില ഫുഡൊക്കെ ഇങ്ങനെ പഴകിയതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഏൽക്കും എൻ്റെ വയറിന്. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഒരു ഇതിൽ ഞാൻ കുറേ ഇങ്ങനെ തട്ടിമുട്ടി പോയി. അങ്ങനത്തെ മേല് കഴുകൽ, എൻ്റെ മേല് കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ 3-4 ബുക്ക് എടുത്തു കേട്ടോ ഞാൻ. പിന്നെ അതാ വിളക്ക് വയ്ക്കുകയാണ്. അപ്പോൾ വിളക്ക് വെച്ചിട്ട് വേണം ഇനി ബുക്ക് പൊതിയാൻ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടിക്ക് നാമം ചൊല്ലാണ്ട് സമാധാനം ഉണ്ടാവില്ല. എന്നാൽ പിന്നെ നാമം ചൊല്ല് പറഞ്ഞു. ഞാനൊന്ന് പുറത്ത് നിന്നിട്ടൊരു ചെറിയൊരു ക്ലിപ്പ് എടുത്തുകൊണ്ടിട്ട് നേരെ പോയിട്ട് ബുക്ക് പൊതിയാൻ നിന്നു കേട്ടോ. നമ്മുടെ ഞാനൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാട്ടോ. എല്ലാ പുസ്തകവും നമ്മൾ ആദ്യം തൊട്ടേ ഇങ്ങനെ കവറ്, പണ്ടൊക്കെ കവർ ഇങ്ങനെ അഴിച്ച് കളഞ്ഞിട്ട് പുതിയ കവർ ഇടണ പോലെ ആട്ടോ നമ്മളിങ്ങനെ പൊതിഞ്ഞിട്ട് അമ്പലത്തിൽ കൊണ്ടുവച്ചിടുന്നത്. പഴയ കവറൊക്കെ കീറി കളയും, കളഞ്ഞിട്ട് പിന്നെ കലണ്ടറോ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ പൂജവെപ്പ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പുസ്തകത്തിൻ്റെ പുതുമയിൽ പോവുക സ്കൂളിലേക്ക്. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ സ്കൂളിൽ നല്ല നീറ്റും ബ്രൗൺ പേപ്പറും കാര്യങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. നമ്മുടെ അമ്പലത്തേക്ക് കൊണ്ട് കൊടുക്കണുണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ച് ശുദ്ധവും വൃത്തി നമ്മൾ തൊട്ടുകൂട്ടിയ സാധനങ്ങളല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് മോളിൽ കൂടെ ഒന്ന് കവർ ചെയ്തു കേട്ടോ. മറ്റത് നമ്മൾ തൊട്ടുകൂട്ടി തന്നെയാണ്, എന്നാലും അതിൻ്റെ മുകളിൽ കൂടെ ഒരു കവറും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ ചെയ്ത് ശീലിച്ചു. അതുകൊണ്ട് ഞാൻ ഇട്ടതാട്ടോ. പിന്നെ അതാ എല്ലാ ബുക്കിനും അങ്ങനെ കവർ ചെയ്യും. അയ്യോ സ്കൂളിലേക്ക് പോണ സമയത്തൊക്കെ ഇങ്ങനെ എൻ്റെ ബുക്ക് പൊതിയണം. നമ്മളൊരു 10 ബുക്കും കൊണ്ട് ചിലപ്പോൾ അമ്പലത്തിൽ കൊണ്ട് വയ്ക്കും കേട്ടോ.
അപ്പോൾ എൻ്റെ പൊതിഞ്ഞിട്ട് വേണം പിന്നെ ചേട്ടൻ്റെ പുതിയ നമ്മളൊക്കെ ഒരു നേരത്തെ വന്നിരുന്നാലേ അതിനൊക്കെ സമയം കിട്ടുള്ളൂ. ഒരു സമയമൊക്കെ ആകുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകണ സമയമാവുമല്ലോ. പിന്നെ നമ്മളോട് പറഞ്ഞേൽപ്പിക്കുക ചെയ്യാൻ ഇന്ന ദിവസം പുസ്തക പൂജയാണ്, ബുക്ക് കൊണ്ടുപോയിക്കണം. നമുക്കറിയൊക്കെ ചെയ്യാം. നമ്മളൊരു മാസം മുന്നേ നോക്കി വയ്ക്കുക എന്താ പുസ്തക പൂജ. അന്ന് നമ്മളോട് പറയാത്ത രീതിക്ക് ബുക്ക് തൊടരുത്, പഠിക്കരുത്, അങ്ങനെയൊക്കെ പറയുമല്ലോ. അത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ കാത്തിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പുസ്തക പൂജയുടെ സമയത്ത്. പക്ഷെ നീരവ് ആദ്യമായിട്ടല്ലേ, അതുകൊണ്ട് അവന് പറയാൻ തുടങ്ങിയിട്ടില്ല. എൻ്റെ കുട്ടിക്ക് പിന്നെ എപ്പോഴും എഴുതണം പഠിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ABCD എപ്പോഴും അവന് എഴുതണം, കളർ ചെയ്യണം, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം ഞാൻ അതാണ് ആലോചിക്കുന്നത്, അയ്യോ പുസ്തക പൂജ വയ്ക്കുമ്പോൾ അങ്ങനെ എല്ലായിടത്ത് പേനയും പെൻസിലൊന്നും തൊടാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് കൊണ്ടുപോയിക്കണ്. അപ്പോൾ ഇതാ ഒരു ഇത് ഫുൾ ന്യൂസ് പേപ്പർ എടുത്ത് ഒരു വട്ടം ഒന്ന് കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്തു. മൊത്തത്തിൽ ഒന്ന് പൊളിയാണ്ടിരിക്കാൻ വേണ്ടി ചെയ്താട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് നീരവൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി, പുസ്തകം തെറ്റിപ്പോയെടുത്തല്ലോ വെച്ചിട്ട് LKG അങ്ങനെയൊക്കെ എഴുതി. ഇനിതാ നമ്മൾ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മഴ ഒന്ന് ചാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൂക്കുവിളക്ക് വേഗം എടുത്തു വെച്ച് എൻ്റെ ഡോറ് കണ്ടില്ലേ, എണ്ണ തീർച്ചതാ. ഒരു ദിവസം ഓർമ്മയില്ലാണ്ടേ അങ്ങനെ തൂക്കുവിളക്ക് അവിടെ തൂക്കിയിട്ടു. മഴ പെയ്തിട്ട് ആ എണ്ണയമ്മയ്ക്ക് വെള്ളം തീർച്ചിട്ട് ഡോർമയ്ക്ക് ഇത് മുന്നും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ട്. ഞാൻ നല്ലോണം ഹാൻഡ് വാഷ് ഇട്ട് തുടച്ച് അങ്ങനെ കളഞ്ഞതാ. ഇപ്രാവശ്യം വീണ്ടും അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഗ്യാപ്പ് ഇനി കൊടുക്കണ്ട വെച്ചിട്ട് വേഗം എടുത്തു വെച്ചു കേട്ടോ. പിന്നെ നമ്മളിത് അമ്പലത്തിലെത്തി. 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് ചെന്ന സമയത്ത് കുറച്ചധികം പുസ്തകങ്ങൾ നേരത്തെ തന്നെ ആരൊക്കെയോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ PNNM ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ പഠിക്കണ കുട്ടികളും ഡോക്ടേഴ്സ് അങ്ങനെയുള്ള കുറേ പേര് ഇങ്ങനെ ബുക്ക് ചിലങ്ക അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ കുറേ പേര് സാധനങ്ങളൊക്കെ മുന്നേ കൂട്ടി കൊണ്ടുവന്ന് വെച്ചു. നമ്മൾ ഒരു ഇടയിലാണ് കൊണ്ടുവച്ചത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സന്ധ്യ കുറച്ച് ഇരുട്ടുമ്പോഴാണ് കൂടുതൽ പേര് വരണത് കണ്ടത് കേട്ടോ. അങ്ങനെ അതൊക്കെ കൊണ്ടുവച്ചു. നമുക്ക് ഇവിടെ പൈസ കൊടുക്കണം, 50 രൂപ കൊടുക്കണം കേട്ടോ ബുക്ക് പൂജ വയ്ക്കാൻ. നമ്മുടെ കോളേജിൽ അങ്ങനെയില്ലൊക്കെ ഫ്രീ. അതൊന്നും ഇപ്പം ഇങ്ങനെ അറിയില്ല, ഇത്ര കാലം ഫ്രീ തന്നെയായിരുന്നു. ചെന്നപ്പോൾ ദീപാരാധനയായിരുന്നു, നട അടച്ചു. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി, നട തുറന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. രഞ്ജനേച്ചി ഇറങ്ങിത്തേച്ച് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ ഹൈ ബൈ പറയാനൊന്നും പറ്റിയില്ല, എല്ലാവരും തിരക്കിലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇങ്ങോട്ട് പോരുകയാണ്. ഈ സമയത്തൊന്നും നമ്മൾ അമ്പലത്തിൽ വരാറില്ല കേട്ടോ. ഞാൻ പറയാറുണ്ടല്ലോ, ചെറിയൊരു ധൈര്യക്കുറവുണ്ട്. പിന്നെ രഞ്ജനേച്ചിയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വരുന്നുണ്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ എന്തായാലും പുസ്തകം പൂജയ്ക്ക് വെക്കണം, ആ ഒരു ഇതിലും കൂടെ വന്നത്. ഇത് നമ്മുടെ ഷൊർണൂർ പാലം, ഈ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ വണ്ടികൾ ഇങ്ങനെ സ്പീഡിൽ പോകണതാണ്, നല്ല രസമല്ലേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അവനൊന്ന് ചെറുതായിട്ടൊന്ന് ആവി പിടിപ്പിക്കണം, നല്ല കഫൊക്കെ ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോറിനും കിടക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.